ഞാനും റയാനും കോളേജിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരുന്നു വികാസ് അവിടെ ജോയിൻ ചെയ്തത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവനും ഞങ്ങളിൽ ഒരാളായി മാറിയിരുന്നു. എന്തിനും ഏതിനും ഒരുമിച്ച്, ഒരേ മനസ്സോടെ. കോളേജ് ജീവിതവും സൗഹൃദവും അത്രയേറെ ആസ്വദിച്ച സമയം വേറെ ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. ഒരു വർഷം വളരെ വേഗം കടന്നുപോയി. അതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയ ജീവിതത്തിലേക്ക് പതിവില്ലാത്തത് പലതും കടന്നു വരാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും തുടങ്ങിയത് ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയ സമയം മുതലായിരുന്നു. ആ ഇടയ്ക്കായിരുന്നു ഞങ്ങളുടെ ജൂനിയറായി മാനസ ജോയിൻ ചെയ്തത്. ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ വികാസിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതവൻ ഞങ്ങളോട് പറഞ്ഞതു മുതൽ ഞങ്ങളും അവളെ അവൻ്റെ പെണ്ണായി അംഗീകരിച്ചിരുന്നു. നാളുകൾ കടന്നു പോകുന്നതിനിടയിൽ വികാസിനും ഞങ്ങൾക്കുമിടയിലുള്ള ദൂരമേറിയിരുന്നു. അപ്പോഴേക്കും അവനും മാനസയും തമ്മിലുള്ള റിലേഷൻ ഒരുപാട് വളർന്നിരുന്നത് കൊണ്ട് ഞങ്ങളതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അങ്ങനെയിരിക്കെ കോളേജിൽ എന്തോ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു മാനസ വിക്കിയെ തിരക്കി ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നതും അവനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞതും. അവനിപ്പോൾ പഴയതുപോലെ അവളുടെ അടുത്തങ്ങനെ ചെല്ലാറില്ലെന്നും അവൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്നുമൊക്കെ പറഞ്ഞ് അന്നവൾ ഒരുപാട് കരഞ്ഞു. അവളുടെ സങ്കടം കൊണ്ട് വിഷമം തോന്നി ഞങ്ങൾ അവളെ സമാധാനിപ്പിച്ചു വിട്ടെങ്കിലും വിക്കിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന തീരുമാനത്തിലേക്കായിരുന്നു ആ സംഭവം ഞങ്ങളെ നയിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ പോലും അറിയാതെ അവൻ എവിടേക്ക് പോകുന്നുണ്ട്, അവൻ്റെ പുതിയ കമ്പനി ആരെന്നൊക്കെയുള്ള അന്വേഷണത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ അപ്പോഴും ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത വിക്കിയുടെ മറ്റൊരു മുഖം കാണേണ്ടി വരുമെന്ന് ഞാനോ റയാനോ കരുതിയിരുന്നില്ല. അന്വേഷണത്തിനിടയിൽ അവൻ കോളേജിൽ വന്നാലും അകത്തേക്ക് പോലും കയറുന്നത് വളരെ അപൂർവമാണെന്നും അവൻ്റെ പുതിയ കൂട്ടുകെട്ട് മുഴുവൻ കോളേജിന് പുറത്തുള്ള ഞങ്ങളുടെയൊന്നും പ്രായം പോലുമല്ലാത്ത പുതിയ ആരുടെയൊക്കെ കൂടെയാണെന്നും ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ കാരണം ചികന്നു ചെന്ന ഞങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു പിന്നീടറിഞ്ഞ കാര്യങ്ങളൊക്കെ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഞ്ചാവ് മാഫിയയുടെ പിടിയിൽ അവനും പെട്ടുപോയി എന്നതിനപ്പുറം അതിൻ്റെ ഒരു കണ്ണി എന്ന നിലയിലേക്ക് വിക്കിയും മാറിയിരുന്നു. കോളേജ് പിള്ളേരെ കൂടാതെ തൊട്ടടുത്ത സ്കൂൾ പിള്ളേരെ കൂടി ആ ചതിക്കുഴിയിലേക്ക് വലിച്ചിടാൻ നടക്കുന്ന മനുഷ്യത്വം മരവിച്ചൊരു മൃഗത്തിൻ്റെ നിലയിലേക്ക് അവനും അധപ്പതിച്ചത് ഞങ്ങൾ ഞെട്ടലോടെയാണ് അറിഞ്ഞത്. എങ്കിലും അവനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം, എങ്ങനെയെങ്കിലും തിരുത്തിയെടുക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഒരു ദിവസം ഞാനും റയാനും കൂടി വിക്കിയെ കൂട്ടി പുറത്തേക്ക് പോയത്. അവിടെ വെച്ച് മുഖവരിയൊന്നും കൂടാതെ ഞങ്ങൾ അറിഞ്ഞതൊക്കെ അവനോട് പറഞ്ഞവനെ തിരുത്താൻ ശ്രമിക്കുമ്പോഴും ഞങ്ങളുടെ പഴയ വിക്കിയായി അവനെ തിരികെ കിട്ടുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. അന്ന് വികാസിനോട് സംസാരിക്കാൻ കൂട്ടിക്കൊണ്ടുപോയ ദിവസം ഓർത്തെടുത്തുകൊണ്ട് സ്റ്റെഫി പറഞ്ഞു നിർത്തിയതും റോബിൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരേ സമയം തന്നെയായിരുന്നു. പെടുന്നനെ ആകാംക്ഷ നിറഞ്ഞ സ്റ്റെഫിനെ നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു റോബിൻ കോൾ എടുത്തത്. ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെയിറ്റ് ചെയ്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് കയറാം. അത്രമാത്രം പറഞ്ഞിട്ട് റോബിൻ കോൾ കട്ട് ചെയ്തു. എന്താ ഇച്ചായ? നെടുങ്കണ്ടത്ത് വികാസിനൊരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട് ഈ അടുത്ത്, ഒരു എസ്റ്റേറ്റ്. കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ വരാറുമുണ്ട്. CCTV വിഷ്വൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ ആമിയെ കൊണ്ടുപോയ വണ്ടി ആ എസ്റ്റേറ്റിലേക്കാണ് പോയേക്കുന്നത്. പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം. അവരോട് അകത്തേക്ക് പോകണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് കയറി നോക്കുക തന്നെ വേണം. വികാസാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ ആമിയും റയാനും ആ ബംഗ്ലാവിൽ തന്നെ ഉണ്ടാകും. റോബിൻ കയ്യിലിരുന്ന സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ചെയ്യും ഇച്ചായ. റയാനോട് അവൻ അത്ര പകയുണ്ട്. അതിൻ്റെ തെളിവല്ലേ ഇടയ്ക്ക് അവനിൽ നിന്ന് ആമിയെ അകറ്റാൻ വേണ്ടിയുള്ള അവൻ്റെ വരവ് പോലും. എന്തോന്നൊക്കെയാടാ നീയൊക്കെ പറയുന്നത്? അതിനിടയ്ക്ക് അങ്ങനെ സംഭവിച്ചോ? റോബിൻ അസ്വസ്ഥതയോടെ നെറ്റി തടവി. അതിച്ചായ, റയാൻ ആമിയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയില്ലേ? ആ സമയത്ത് അവരുടെ ഡിവോഴ്സ് നടക്കും എന്ന് തന്നെയായിരുന്നല്ലോ എല്ലാവരും വിചാരിച്ചിരുന്നത്. ആ ടൈമിൽ ആമിയുടെ അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകന് വേണ്ടി അവളെ വിവാഹം ആലോചിച്ചിരുന്നു. ഡിവോഴ്സിന് ശേഷം നടത്താനായിരുന്നു പ്ലാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വികാസിൻ്റെ നമ്പറിൽ നിന്നും അവൻ ആമിക്കൊപ്പം ഇരിക്കുന്ന കുറച്ച് ഫോട്ടോസ് റയാന് നഷ്ടമായവളെ അവൻ സ്വന്തമാക്കാൻ പോകുവാണെന്ന തരത്തിൽ മെസ്സേജുകളും വന്നത്. അങ്ങനെയാണ് ആമിയുടെ അച്ഛൻ്റെ ഫ്രണ്ട് വികാസിൻ്റെ അച്ഛനാണെന്നും വികാസിന് വേണ്ടിയാണ് അവളെ ആലോചിച്ചതെന്നും റയാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഇനി ഒരിക്കലും ചേർന്നു പോകുമോ എന്ന് പോലും അറിയില്ലെങ്കിൽ പോലും അവളെ അവനിൽ നിന്ന് രക്ഷിക്കണമെന്ന് കരുതി റയാൻ ആമിയെ തിരികെ വിളിച്ചുകൊണ്ട് വന്നതും വില്ലയിൽ താമസമായതും. എന്തായാലും നീ കയറ്, ബാക്കി കഥയൊക്കെ പോണ വഴി കേൾക്കാം. റോബിൻ തിടുക്കപ്പെട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് സ്റ്റെഫിൻ കയറിയതും വണ്ടി മുന്നോട്ട് കുതിച്ചു. അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ? കടൽക്കരയിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളെ നോക്കി നിന്നുകൊണ്ട് ചിരിയോടെയായിരുന്നു വികാസ് ചോദിച്ചത്. ഒന്നും തന്നെ ബാധിക്കാത്ത മട്ടിലുള്ള അവൻ്റെ ഭാവം റയാനെയും
സ്റ്റെഫിനെയും ഒരുപോലെ അമ്പരപ്പിച്ചെങ്കിലും അവരിരുവരും മറുപടിയൊന്നും പറഞ്ഞില്ല. ആ, ഇനി ഏതായാലും നിങ്ങളറിയുമല്ലോ എന്നോർത്തുള്ള ടെൻഷൻ വേണ്ടല്ലോ. അപ്പോൾ നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാനെന്നുള്ള ഭാവമൊന്നുമില്ലല്ലേ? സ്റ്റെഫിൻ്റെ ചോദ്യം കേട്ടതും വികാസ് ഉച്ചത്തിൽ ചിരിച്ചു. എന്തിന്? നിനക്ക് രണ്ടിനും ഇതെന്നതാടാ? ഞാൻ എന്തിനതിൽ നിന്നൊക്കെ പിന്മാറണം? ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ട്. എനിക്കിഷ്ടമുള്ളത് പോലൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. കാശാണോടാ കോപ്പെ എല്ലാം? അതുവരെ മിണ്ടാതെ നിന്നിരുന്ന റയാന് ദേഷ്യമടക്കാൻ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും വികാസിന് ചിരി തന്നെയായിരുന്നു. വായിൽ വെള്ളക്കരണ്ടിയും കൊണ്ട് ജനിച്ചു വീണ നിനക്കൊക്കെ പണമൊന്നുമല്ലെന്നൊക്കെ തോന്നും. പക്ഷേ വെറുമൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പരിമിതികളിൽ മാത്രം ഒതുങ്ങി ജീവിച്ചിട്ടുള്ള എന്നെപ്പോലെ ഒരുത്തന് ഈ ലൈഫ് ഒരു ലഹരി തന്നെയാണ്. എടാ, പക്ഷേ നീ ലഹരിയായി കാണുന്ന ഈ ലൈഫ് കെട്ടിപ്പടുക്കാൻ നീ ബലി കൊടുക്കുന്നത് ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെയാണ്. ഞാനതിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് മാത്രം പുണ്യവാളന്മാരാകാൻ പോകുന്ന ഒരു തലമുറയല്ല വളർന്നു വരുന്നത്. ഒന്ന് പോയേടാ. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും പിഴയ്ക്കേണ്ടവനൊക്കെ പിഴച്ചു പോവുക തന്നെ ചെയ്യും എന്ന് കരുതി ഞാനെൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യണോ? ഒട്ടും മനസാക്ഷി കുത്തില്ലാതെ മുന്നിൽ നിന്ന് പറയുന്നവനെ നോക്കി നിൽക്കുമ്പോൾ പണത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മൃഗമായവൻ മാറിക്കഴിഞ്ഞെന്ന് വേദനയോടെ അവർ തിരിച്ചറിയുകയായിരുന്നു. ഒന്ന് പറഞ്ഞു തിരുത്താമായിരുന്നില്ലേ എന്നൊരു കുറ്റബോധം പിന്നീടുണ്ടാവാൻ പാടില്ലെന്ന് കരുതിയിട്ടാ ഇങ്ങനെയൊരു സംസാരത്തിന് പോലും ഞങ്ങൾ. പക്ഷേ ഇതോടെ എല്ലാം അവസാനിക്കുക. ഇനി ഞങ്ങൾക്കിടയിൽ നീ എന്നൊരാളില്ല. എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുക. എടാ അവൻ, സ്റ്റെഫിൻ വേദനയോടെ വിളിച്ചു. എന്താ, നിനക്കും അവൻ്റെ കൂടി കണ്ടവൻ്റെ മക്കളുടെ ജീവിതം തുലയ്ക്കണോ? എടാ, എന്നാലും ഒരെന്നാലുമില്ല. ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം. പിന്നൊന്നുകൂടി, നിന്റെ വിശുദ്ധ പ്രേമം വിശ്വസിച്ച് കഴിയുന്ന ഒരു പെങ്കൊച്ചില്ലേ, അവളെ നീ അങ്ങ് മറന്നേക്ക്. ആരറിഞ്ഞില്ലെങ്കിലും നിന്റെ കൈയിരിപ്പ് അവളറിയും. ഡാ, നിനക്കെന്താടാ അവളുടെ കാര്യത്തിൽ ഇത്ര ദണ്ണം? അവൾ എൻ്റെ പെണ്ണല്ലേ. ഞാൻ എങ്ങനെയാലും എനിക്കൊപ്പം ഉണ്ടാകേണ്ടവളാ മാനസ. അതിനെന്തെങ്കിലും തടസ്സം നിന്നാലുണ്ടല്ലോ. അതുവരെ ശാന്തമായി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന വികാസിൻ്റെ മറ്റൊരു മുഖമായിരുന്നു അവർക്ക് മുന്നിലപ്പോൾ ദൃശ്യമായത്. ഇല്ലട പുല്ലേ, അതൊരു പാവം പെങ്കൊച്ച. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് കരയാനിടവരാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ. എല്ലാം അവൾ അറിയുക തന്നെ ചെയ്യും. ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിട്ട് റയാൻ ചെന്ന് ബൈക്കിലേക്ക് കയറി. കോളേജിൽ നിന്ന് വന്നവരവെ എന്തോ ഒരു ക്ഷീണം തോന്നി ബെഡിലേക്ക് കയറിക്കിടന്നതായിരുന്നു ആമി. ആ കിടപ്പ് കിടന്ന് അവൾ ചെറിയൊരു മയക്കത്തിലേക്ക് വീണ് തുടങ്ങിയപ്പോഴായിരുന്നു റയാൻ കയറി വന്നത്. അവനും ഓഫീസിൽ നിന്ന് വന്ന വരവായിരുന്നു. മുറിയിലേക്ക് കയറിയതും ബെഡിൽ കിടക്കുന്ന ആമിയെ കണ്ട് അവനൊരു ചിരിയോടെ ഡോർ അടച്ചിട്ട് ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് കയറി കിടന്നു. എന്തു പറ്റി ഈ നേരത്തൊരു കിടപ്പ്? കിടന്നതും നിരങ്ങി നീങ്ങി തൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പതുങ്ങിയവളെ ചുറ്റിപ്പിടിച്ച് മുടിയിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നി. എന്നാ കിടന്നോ. ഇച്ചാന് ചായ വേണ്ടേ? ഇപ്പോൾ വേണ്ട, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് കുറച്ചു നേരം കിടന്നുറങ്ങാം. അവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു. ആമിയും പിന്നൊന്നും ചിന്തിക്കാതെ അവൻ്റെ ചൂടുപറ്റി ആ നെഞ്ചിൻ്റെ താളം ശ്രവിച്ചുകൊണ്ട് കണ്ണുകൾ പൂട്ടി. അടിവയറിലോ തണുത്ത സ്പർശനം അറിഞ്ഞപ്പോഴായിരുന്നു ആമി ഉറക്കം മുറിഞ്ഞതിൻ്റെ മുഷ്ടിലൂടെ കണ്ണുകൾ ചിമ്മി തുറന്നത്. കണ്ണു തുറന്നതും അവളുടെ നോട്ടം ആദ്യം പതിഞ്ഞത് റയാൻ കിടക്കുന്നിടത്തേക്കായിരുന്നു. അവിടെ കിടക്ക് പെണ്ണെ. ആമിയുടെ അണിവയറിലെ സ്വർണ്ണ രോമാഞ്ചികളിലൂടെ ചുണ്ടുകൾ ഇറുസിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ റയാൻ പറഞ്ഞു. മാറിക്കേച്ചായ. എവിടെ പോവാ? എണീക്കട്ടെ? വേണ്ട. എന്തുവാ അച്ചായ? ഞാൻ വന്ന വരവേ കയറി കിടന്നതാ. കുളിച്ചിട്ട് പോലുമില്ല. ആകെ വിയർത്തിരിക്കുക. സാരമില്ല, കുറച്ചുകൂടെ വിയർത്തിട്ട് ഒരുമിച്ച് കുളിക്കാം. ഇച്ചായ. വേണ്ട. വേണം. എനിക്ക് വേണം. പറഞ്ഞതും തടസ്സം തീർത്തുകൊണ്ടിരിക്കുന്ന അവളുടെ കൈകളെ പിടിച്ചു വച്ചുകൊണ്ടവന് അണിവയറിൽ അമർത്തിമുത്തി. ഇച്ചായ വേണ്ട. അടങ്ങിക്കിടക്ക് പെണ്ണെ. കൈകൾ ഉയർത്തി അവളുടെ നെഞ്ചിലെ തടുപ്പിൽ ഒന്ന് അമർത്തിക്കൊണ്ട് റയാൻ ചുണ്ടും നാവും അവളുടെ ഉദരത്തിലൂടെ തീവ്രമായി ഒഴുകി തുടങ്ങി. ഒരേ സമയം അവൻ കൈകളും ചുണ്ടുകളും നാവും ചേർത്ത് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഉന്മാദത്തിൽ ആമി ആകെ തളർന്നു പോയിരുന്നു. അതോടെ ഒരു നോട്ടം കൊണ്ട് പോലും അവനെ തടയാൻ കഴിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് അവന് വിധേയയായി കിടന്നു. പ്രതിഷേധങ്ങൾ നേർത്തു വരുന്നതിനൊപ്പം അവളിൽ നിന്ന് നേർത്ത കുറുകലുകൾ കൂടി കേട്ടു തുടങ്ങിയപ്പോഴായിരുന്നു റയാൻ മുഖമുയർത്തി അവളെ നോക്കിയത്. ഉടലാകെ വിയർപ്പ് പൊടിഞ്ഞ് ചുവന്നു തൊടുത്ത മുഖത്തോടെ അതിരങ്ങൾ കടിച്ചു പിടിച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ടതും അവൻ വശ്യമായ പുഞ്ചിരിയോടെ വീണ്ടും അവളിലേക്ക് അമർന്നു. ഇച്ചായ. ഉമിനീരിൽ കുതിർന്ന കാൽവിരൽ പതിയെ അവൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചു ആമി പുലമ്പിയതും വല്ലാത്തൊരുന്മാദത്തോടെ അവളുടെ കാൽവിരലുകളെ ചുംബിച്ചു കൊണ്ടിരുന്ന വികാസിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു.
ഉറക്കത്തിൽ പോലും അവൾക്ക് അവൻ്റെ ചിന്തയേ ഉള്ളൂ. റയാനോടുള്ള വെറുപ്പ് അത്രമേൽ അതിര് കടന്നതും വികാസ് അവളുടെ കാൽപാദത്തിൽ വെറിയോടെ പിടിച്ചു ഞെരിച്ചു. ആ അതികഠിനമായ വേദനയോടെ തലച്ചോറിലേക്ക് ഇരച്ചു കയറിയതും ആമി കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പോൾ മാത്രമായിരുന്നു താനിതുവരെ ഉറക്കത്തിലായിരുന്നുവെന്നും കുറച്ചു മുൻപേ അനുഭവിച്ചതൊക്കെ വെറുമൊരു സ്വപ്നമായിരുന്നുവെന്നും അവൾ തിരിച്ചറിഞ്ഞത്. ഇച്ചായ, ചുറ്റുപാടും കണ്ണുകൾ കൊണ്ട് പരതി വർദ്ധിച്ച ഭയത്തോടെ അവൾ വിളിച്ചതും വികാസ് കലിയോടെ ബെഡിൽ ആഞ്ഞടിച്ചു. അപ്പോൾ മാത്രമായിരുന്നു ആ മുറിയിൽ തന്നെ കൂടാതെ മറ്റൊരാൾ കൂടിയുണ്ടെന്നും അത് വികാസാണെന്നും ആമി അറിഞ്ഞത് തന്നെ. വികാസേട്ടാ, നമ്മളിതെവിടെയാ? വികാസേട്ടൻ എങ്ങനെ? ഇച്ചായൻ എവിടെ? അവൻ്റെ അരികിൽ നിന്ന് നിരങ്ങി നീങ്ങിയിരുന്നു കൊണ്ട് ആമി വെപ്രാളത്തോടെ എന്തൊക്കെയോ പുലമ്പി. സത്യം പറഞ്ഞാൽ ആ നേരം അവനോട് എന്താണ് ചോദിക്കേണ്ടതെന്നോ അതെങ്ങനെ ചോദിക്കണമെന്നോ പോലും അവൾക്കറിയുമായിരുന്നില്ല. എന്നെ എന്തിനാ ഇവിടെ? ആരാ വികാസേട്ടാ എന്നെ? ഓർമ്മകളുടെ പുകമറയ്ക്കുള്ളിൽ എവിടെയോ കുരുങ്ങിക്കിടന്ന കോളേജിലെ വാഷ്റൂമിൽ വെച്ച് തന്നെ ആരോ കടന്നു പിടിക്കുന്നതും എന്തോ മുഖത്തേക്ക് വച്ചമർത്തുന്നതും ഓർത്തെടുത്തതും അവൾ ഭയത്തോടെ ചോദിച്ചു. ഇങ്ങനെ പേടിക്കല്ലേ ആമി, വികാസേട്ടനില്ലേ? വികാസേട്ടൻ എങ്ങനെ ഇവിടെ എത്തി? ഇച്ചായൻ വന്നില്ലേ? സ്റ്റോപ്പ് ഇറ്റ് ആമി, അവൻ വരില്ല. നീ കരുതുന്ന പോലൊന്നുമില്ല ഒരുത്തനല്ല റയാൻ. അവൻ ചതിയനാ, കൊലപാതകിയാ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ ഇച്ചായനെക്കുറിച്ച് ഇനിയൊരു അക്ഷരം പോലും പറയരുത് വികാസേട്ടാ. പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ. വികാസിൻ്റെ നാവിൽ നിന്ന് കേട്ട വാക്കുകളിൽ ഒന്ന് നടുങ്ങിപ്പോയെങ്കിലും തൊട്ടടുത്ത നിമിഷം ഒരു പെൺപില്ലിയെപ്പോലെ ചേർന്നവളെ കണ്ട് വികാസ് ഒന്ന് ചിരിച്ചു. പിന്നെ പതിയെ എണീറ്റ് അവൾക്കരിയിലേക്ക് കുനിഞ്ഞു ചെന്നു. അപ്പോഴും അവനിലൊരു ശത്രുവിനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് കൊണ്ടോ എന്തോ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി സ്തംഭിച്ചിരുന്നതേയുള്ളൂ ആമി. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും ആമി? ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാൻ നിന്നെക്കൊണ്ട് പറ്റില്ല. വല്ലാത്തൊരു ഭാവത്തിൽ അവളുടെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് പറയുന്നവനെ നോക്കിയിരിക്കുമ്പോൾ ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത അവൻ്റെ ആ ഭാവത്തിൽ പകച്ചു പോയിരുന്നു ആമി. വികാസേട്ടന് എന്താ പറ്റിയേ? എന്താ ഇങ്ങനെയൊക്കെ? ഇച്ചായൻ ആരെയും ഉണ്ട്. അവൻ കൊന്നിട്ടുണ്ട് എൻ്റെ മാനസയെ. അവൾ വയറ്റിൽ പേറിയിരുന്ന എൻ്റെ കുഞ്ഞിനെ. എന്നോടുള്ള പക തീർക്കാൻ അവൻ കൊന്നു. നോ, എൻ്റെ ഇച്ചായൻ ആരെയും കൊല്ലില്ല. നിങ്ങൾ കള്ളം പറയുവാ എന്നെ പറ്റിക്കാൻ. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ തൻ്റെ സമനില തെറ്റിക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ അലറി കരഞ്ഞുകൊണ്ട് വികാസിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അവൻ കൊന്ന അറപ്പ് മാറിയവനവൻ. എന്നോടുള്ള പക തീർക്കാൻ ഒരു ദയയും കൂടാതെ എൻ്റെ പെണ്ണിനെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയവനാ അവൻ. അന്ന് തുടങ്ങിയതാ എനിക്ക് അവനോടുള്ള പക, വെറുപ്പ്. അവൻ്റേതായതൊക്കെ പിടിച്ചു പറിക്കാനുള്ള വെറി ഒക്കെ അന്നു മുതൽ തുടങ്ങിയതാണ് എനിക്ക്. അതുകൊണ്ടാ അന്ന് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിന്നെ കാണാൻ വന്ന ഞാൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയത് അവനാണെന്ന് അറിഞ്ഞപ്പോൾ നിന്നെ കെട്ടാൻ തയ്യാറായത്. കാരണം ഒന്നേയുള്ളൂ ആത്മിക, നീ അവൻ്റെ പെണ്ണാണ്, റയാൻ പോളിൻ്റെ പെണ്ണ്. നിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കണമായിരുന്നു എനിക്ക്. പക്ഷേ അന്ന് എനിക്ക് പിഴച്ചു. പക്ഷേ ഇന്ന് ഞാനാ ജയിച്ചത്. റയാനോടുള്ള പകയും അവനെ തോൽപ്പിച്ചു എന്നുള്ള വെറിയും നിറഞ്ഞ ഭാവത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നവനെ നോക്കിയിരിക്കെ ആമിയുടെ തുറച്ച മിഴികളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഒന്ന് ശ്വസിക്കാൻ പോലും മറന്നതുപോലെ മുന്നിൽ നിൽക്കുന്നവനിൽ മാത്രം നോട്ടമുറപ്പിച്ചുകൊണ്ട് അവളിരുന്നു. കാർ സഡൻ ബ്രേക്കിട്ടതും റോബിനും സ്റ്റെഫിനും മുന്നോട്ടൊന്നാഞ്ഞു. വാട്ട്? അപ്പോൾ റയാനാണോ മാനസയെ? റോബിൻ വിറങ്ങലിച്ച ഭാവത്തിൽ സ്റ്റെഫിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. മാനസയെ ആരും കൊന്നതല്ല ഇച്ചായ. അവൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചതാ. ഇനി അഥവാ ആ മരണത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വികാസാണ്. ഒരു നെടുവീർപ്പോടെ സ്റ്റെഫി പറഞ്ഞതും റോബിൻ്റെ നെറ്റി ചുളിഞ്ഞു. നീ എന്തൊക്കെയാ സ്റ്റെഫി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം ഇച്ചായ വണ്ടി എടുക്ക്, ഞാനെല്ലാം പറയാം. റോബിൻ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്തു. ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ആ വാഹനം മുന്നോട്ട് കുതിച്ചു. അന്ന് വികാസുമായി സംസാരിച്ചിട്ട് തിരികെ വന്ന റയാൻ അവനോട് പറഞ്ഞതുപോലെ നേരെ പോയത് മാനസയെ കാണാനായിരുന്നു. അവളെ കണ്ട് വികാസിനെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അവൻ പറയുക തന്നെ ചെയ്തു. തെളിവിനായി ഞങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തിയ തെളിവുകളും പിന്നെ വികാസുമായി സംസാരിച്ചതിൻ്റെ വോയിസ് റെക്കോർഡും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആദ്യം ഒരുപാട് കരഞ്ഞെങ്കിലും അവൾ ആ സത്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക തന്നെ ചെയ്തു. അവളുടെ അവസ്ഥയിൽ വേദനയുണ്ടായിരുന്നെങ്കിലും ഇനിയും വികാസുമായുള്ള ബന്ധം തുടരുന്നത് അവളെപ്പോലൊരു പെൺകുട്ടിക്ക് എത്രത്തോളം അപകടകരമാണെന്നവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക കൂടി ചെയ്തിട്ടാണ് ഞങ്ങൾ തിരികെ പോന്നത്. പക്ഷേ അപ്പോഴും വികാസിൽ നിന്നും അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന സത്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം അവളെക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്. അത്രയും ആയപ്പോഴേക്കും മനസ്സ് വീണ്ടും വർഷങ്ങൾക്ക് മുമ്പേയുള്ള ആ ദിവസത്തിൽ ഉടക്കിപ്പോയതുപോലെ സ്റ്റെഫി സീറ്റിലേക്ക് ചാരി കിടന്ന് കണ്ണുകളടച്ചു. ആ നിമിഷം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്
കോളേജ് ഹോസ്റ്റലിന് താഴെ ചോരയിൽ കുളിച്ച് ചിന്ന ഭിന്നമായി കിടന്ന ഒരു പാവം പെണ്ണിന്റെ മുഖം മാത്രമായിരുന്നു. ഡ്രൈവിങ്ങിനിടയിലും അവന്റെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞതുപോലെ റോബിൻ അവന്റെ തോളിൽ പതിയെ ഒന്ന് പിടിച്ചതും നിറയാൻ വെമ്പിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സ്റ്റെഫിൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. പിറ്റേ ദിവസം മാനസ റയാനെ വിളിച്ച് കുറേ കരയുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് വികാസമായി തെറ്റിയെന്നും അവൾ പറഞ്ഞിരുന്നു. പിന്നീടുള്ള അവളുടെ സംസാരത്തിലെവിടേക്കോ എന്തൊക്കെയോ പന്തികേട് തോന്നിയിട്ടാ റയാൻ ഹോസ്റ്റലിലേക്ക് ചെന്നത്. അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കോളേജിലേക്ക് പോയിരുന്നതുകൊണ്ട് ഹോസ്റ്റലിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൺകുട്ടി ചെന്നവിടുത്തെ ഒരു പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞാൽ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ സെക്യൂരിറ്റിയെയും മറ്റും കണ്ണു വെട്ടിച്ചകത്ത് കയറി. പക്ഷേ അവൻ ചെല്ലുമ്പോൾ മാനസ മുറിയിലുണ്ടായിരുന്നില്ല. ഫോൺ വിളിച്ചപ്പോൾ അത് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴായിരുന്നു ഒരു പെൺകുട്ടിയുടെ അലർച്ചയും ആളുകൾ ഓടുന്നതുമെല്ലാം കേട്ടത്. തിടുക്കപ്പെട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മാനസ രക്തത്തിൽ കുളിച്ചു കിടന്ന അവളുടെ ചലനമറ്റ ശരീരവും മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന വികാസിന്റെ മുഖവും ഇപ്പോഴും എനിക്ക്. അവൻ എങ്ങനെ അവിടെ എത്തി ആ നേരത്ത്? റോബിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അറിയില്ല. ഒരു പക്ഷേ പോകാനുള്ള തയ്യാറെടുപ്പിനിൽ റയാനെ വിളിച്ചതുപോലെ അവൾ വിളിച്ചിട്ടുണ്ടാകാം. അപ്പോൾ റയാന് തോന്നിയ അതേ സംശയത്തിന്റെ പുറത്ത് വന്നതായിരിക്കും. പക്ഷേ രണ്ടാളും വൈകിപ്പോയിരുന്നു. അവളെ കുറ്റം പറയാൻ കഴിയില്ല. സാധുക്കളായ ഒരച്ഛൻ്റെയും അമ്മയുടെയും മകളായിരുന്നു അവൾ. പഠിക്കാൻ മിടുക്കി. അങ്ങനെയുള്ള അവൾ വികാസിനെ പോലെ ഒരുവനെ പ്രണയിച്ചെന്നും അവന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നെന്നും ഈ സമൂഹം അവളുടെ മാതാപിതാക്കളും അറിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ ഓർത്തിട്ടാകും ഒരു പക്ഷേ അവൾ. സഹതാപത്തോടെ അത് പറയുമ്പോഴും മാനസയെ ഓർത്ത് വേദനിക്കുക തന്നെയായിരുന്നു അവന്റെ ഉള്ളം. എല്ലാം ശരി. പക്ഷേ ഇതിൽ വികാസിന്റെ സംശയം റയാന് നേരെയാകാനുള്ള കാരണമെന്താ? ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കോളേജിൽ ഇങ്ങനെയൊരു സംഭവം നടന്നത് ഞാനും അറിഞ്ഞിരുന്നു. പക്ഷേ അതിലെവിടെയും റയാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും എനിക്കറിയില്ല. പിന്നെ വികാസ് എങ്ങനെ അവനെ വേട്ടയാടേണ്ട കാര്യമെന്നതാ? അന്ന് മാനസയുടെ ബോഡിയും പിടിച്ചിരുന്ന വികാസിനെ അവൾക്കരികിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിന്റെ താളം പിഴച്ചു കഴിഞ്ഞിരുന്നു. തെറ്റുകളിലൂടെയായിരുന്നു അവന്റെ ജീവിതമെങ്കിലും മാനസ അവൻ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് ഞങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ടത് പിന്നീടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വികാസ് തീർത്തും ഒരു മനോരോഗിയെപ്പോലെ ആയി കഴിഞ്ഞിരുന്നു. മയക്കം വിട്ടുനിരുമ്പോൾ അവന്റെ ഉപബോധ മനസ്സിൽ തന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ മാനസയെ റയാൻ കൊന്നതാണെന്നുള്ള തോന്നൽ വേരുറച്ചു പോയിരുന്നു. എത്രയൊക്കെ കൗൺസിലിങ്ങുകളും ചികിത്സകളുമൊക്കെ നടത്തിയിട്ടും ആ തോന്നലിനെ പിഴുതെറിയാൻ മാത്രം കഴിഞ്ഞില്ല. പിന്നീട് വികാസിന്റെ അവന്റെ അച്ഛനൊക്കെ വന്നവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പരസ്പരം കാണാനുള്ള അവസരങ്ങൾ കൂടി ഒഴിവാകുമ്പോൾ അവന്റെ മനസ്സിനെ തിരികെ പിടിക്കാൻ കഴിയുമെന്നുള്ള തോന്നൽ പിന്നാലെ തേടിച്ചെല്ലാൻ ഞങ്ങളും ഒരുങ്ങിയില്ല. വർഷങ്ങൾ കഴിഞ്ഞുപോയതിനൊപ്പം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോഴും മാനസും വികാസുമെല്ലാം വിങ്ങുന്ന ഓർമ്മകളായി ഞങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ അവനും പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വെറുതെ പ്രതീക്ഷിച്ചു. പക്ഷേ ചികിത്സകളൊന്നും ഫലപ്പെട്ടില്ലെന്നും ഇന്നും അവന്റെ ഉള്ളിൽ റയാനോടുള്ള പക നീറി നീറി കിടക്കുകയാണെന്നും ഞങ്ങൾ അറിഞ്ഞത് അന്ന് ആമിയെ വിവാഹമാലോചിച്ച് വികാസും കുടുംബവും വീണ്ടും ഈ നാട്ടിൽ എത്തിയപ്പോഴയച്ചായ. സ്റ്റെഫിൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും റോബിന്റെ കാർ എസ്റ്റേറ്റ് റോഡിലേക്ക് തിരിച്ചിരുന്നു.